ഹായ് എല്ലാവർക്കും ഈസി സോഷ്യോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്ററിലെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന ടെക്സ്റ്റിലെ ബ്ലോക്ക് ഫൈവ് സിന്തസിസ് ഓഫ് ടെക്സ്റ്റൽ ആൻഡ് ഫീൽഡ് വ്യൂസ് ആണ്. അതിലെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുമ്പ് നമ്മൾ യൂണിറ്റ് 2ൻ്റെ AM ഷാ എന്നുള്ള ഒരു ചാപ്റ്ററിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് യൂട്യൂബിൽ കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ യൂണിറ്റ് 1 അത് സിന്തസിസ് ഓഫ് ടെക്സ്റ്റൽ ആൻഡ് ഫീൽഡ് വ്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ബ്ലോക്ക് സിന്തസിസ് ഓഫ് ടെക്സ്റ്റൽ ആൻഡ് ഫീൽഡ് വ്യൂസ് ആണ്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഇൻഡോളജി എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ്, പുരാതന സംസ്കൃത ടെക്സ്റ്റുകളൊക്കെ പഠിച്ചിട്ട് ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി. ഇത് ടെക്സ്റ്റൽ ആൻഡ് ഫീൽഡ് വ്യൂ ആണ്. അതായത് പുരാതന സംസ്കൃത ടെക്സ്റ്റുകളൊക്കെ പഠിക്കുകയും ചെയ്യും, അതേസമയം നമ്മൾ ഫീൽഡിൽ നിന്ന് ഓരോ ഗ്രാമത്തിലും ഇന്ത്യയുടെ ഓരോ നഗരത്തിലൊക്കെ ചെന്ന ആളുകളുടെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് പഠിക്കുന്ന ഇത് രണ്ടും കൂടി മേർജ് ചെയ്ത് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇനി നമ്മൾ പറയുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് ഐരാവതി കാർവെ. യൂണിറ്റ് 1 ഐരാവതി കാർവെ, കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ, കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഇൻ പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ സിന്തസിസ് ഓഫ് ടെക്സ്റ്റൽ ആൻഡ് ഫീൽഡ് വ്യൂവിൻ്റെ പ്രത്യേകതകളാണ് ചർച്ച ചെയ്യും. പിന്നെ ഐരാവതി കാർവനെ അവരുടെ ഒരു ചെറിയ ഒരു വിവരണം അവരെ കുറിച്ചിട്ട്, പിന്നെ അവരുടെ കിങ്ഷിപ്പ് ഓർഗനൈസേഷൻ ഇന്ത്യയിലെ അവർ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തിയതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ കാസ്റ്റ് ആൻഡ് റിലീജിയൻ പ്രീ ആൻഡ് പോസ്റ്റ് ആര്യൻ പീരീഡ്. നമ്മുടെ ഇന്ത്യയിൽ കാസ്റ്റും റിലീജിയനൊക്കെ, ഈ കാസ്റ്റ് സിസ്റ്റം ജാതിയൊക്കെ എന്നാണ് വന്നത്, അത് ആര്യൻ പീരീഡിന് മുമ്പാണോ ശേഷമാണോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് സിന്തസിസ് ഓഫ് ടെക്സ്റ്റൽ ആൻഡ് ഫീൽഡ് വ്യൂ. The colonial picture of Indian village was often reflected as self-sufficient community has survived long to be established. ഇന്ത്യയിൽ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ വില്ലേജുകളെ കുറിച്ച്, വില്ലേജ് സ്റ്റഗ്നൻ്റ് ആണ്, നിശ്ചലമാണ്, ഒരു പുരോഗതിയും ഇല്ല എന്നുള്ള രീതിയിലാണ് ബ്രിട്ടീഷുകാർ അവരുടെ പഠനങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത്. പലപ്പോഴും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ഗ്രാമങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരുന്നത് അവർ നല്ല രീതിയിൽ അതിനെ പ്രശംസിച്ച് അവർ പറഞ്ഞു ഗ്രാമങ്ങളൊക്കെ മാറുകയാണ്, ഇത് മോഡേണൈസർ ആയിക്കൊണ്ടിരിക്കണം, ആധുനികവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഗാന്ധിജി ഇതിനെ എതിർത്തു. ഗാന്ധിജി പറഞ്ഞു നമ്മുടെ വില്ലേജുകളൊക്കെ ആദ്യം സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു, ഓരോ സ്ഥലത്തും കൃഷി നടന്നിട്ടിരുന്നു, ഓരോ ഗ്രാമീണർക്കും ഭക്ഷിക്കാനുള്ളത് അവർ തന്നെ ഉണ്ടാക്കുന്നത്, അപ്പോൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞത്. മാത്രമല്ല ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് തകർന്നത് എന്ന് ഗാന്ധിജി വിമർശിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹം ഇന്ത്യൻ ഗ്രാമങ്ങളൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കൂടി പറഞ്ഞിരുന്നു. ഇതേ സമയത്ത് ആന്ദ്രെ ബേത്തെ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ സോഷ്യലിസ്റ്റ്, അദ്ദേഹം പറഞ്ഞു ഈ വില്ലേജുകൾ എന്നുള്ളത് റിഫ്ലക്ഷൻ ഓഫ് ഇന്ത്യൻ വാല്യൂസ് ആൻഡ് സിവിലൈസേഷൻ. ഇന്ത്യയുടെ വാല്യൂസിൻ്റെ, ഇന്ത്യക്കാർക്കൊരു മൂല്യങ്ങൾ ഉണ്ടാവുമല്ലോ പരമ്പരാഗതമായി പറഞ്ഞു, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ത്യൻ വില്ലേജ് എന്ന് പറഞ്ഞിരുന്നു. ഇത് ഈ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മിയർലി റെസിഡൻഷ്യൽ ഏരിയാസ് ബട്ട് എ പ്ലേസ് വെർ ദ റിസർച്ചർ ക്യാൻ ഒബ്സർവ് സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ലോകം. നമ്മൾ ഈ ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുറേ കർഷകർ കൃഷി ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് വരിക. പക്ഷെ അതിലപ്പുറം നമ്മുടെ സാമൂഹിക ബന്ധങ്ങളുടെ, അടുത്ത ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത്, നഗരത്തിൽ ചിലപ്പോൾ ഗ്രാമത്തിൽ കാണുന്ന പോലുള്ള കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഇന്ത്യൻ ഗ്രാമങ്ങളെന്ന് സോഷ്യോളജിസ്റ്റായ ആന്ദ്രെ ബേത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ വെസ്റ്റേൺ സോഷ്യോളജിക്കൽ തിയറി, ബ്രിട്ടീഷുകാർ അടങ്ങുന്ന വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റുകൾ എപ്പോഴും പറഞ്ഞത് ഈ ഗ്രാമങ്ങളൊക്കെ ട്രഡീഷണലാണ്, ഇത് മോഡേണിന് എതിരാണ് എന്നുള്ള രീതിയിൽ അതിന് താഴ്ത്തിക്കെട്ടുന്ന പോലത്തിലാണ് പറഞ്ഞിരുന്നത്. Indological approach followed by Gurriya and Duma lost its influence and field view of structural functions like Srinivas gained popularity. അപ്പം അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ഗ്രാമങ്ങളുടെ ആ ഒരു സംഭവങ്ങളെ, അതിൻ്റെ ആ സംവാദം ബ്രിട്ടീഷുകാരൻ്റെ പറഞ്ഞത് ഗാന്ധിജി, അതിൽ നിന്നാണ് നമ്മൾ ഇനി താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാമങ്ങളിലേക്ക് ചെന്നിട്ട് അപ്പം ഇങ്ങനെ ഗ്രാമങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന്
അറിയാൻ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ ഈ ടെക്സ്റ്റ് വ്യൂ മാറ്റിയിട്ട് ഫീൽഡ് വ്യൂയിലേക്ക് കടന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു ഇൻഡോളജി എന്നുള്ള GS ഗുറിയ ഡൂമോ, അവർ ഇന്ത്യയിൽ പഠിച്ചത് പുരാതന ടെക്സ്റ്റുകൾ വെച്ച് മാത്രമായിരുന്നു, സംസ്കൃത ടെക്സ്റ്റുകളും മറ്റു കാര്യങ്ങളും. പക്ഷേ ഈ ഗുറിയയുടെ തന്നെ സ്റ്റുഡൻ്റായ GS ഗുറിയൻ്റെ തന്നെ സ്റ്റുഡൻ്റായ MN ശ്രീനിവാസൻ, അദ്ദേഹം നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് MN ശ്രീനിവാസനെ കുറിച്ച്. അദ്ദേഹം സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള തിയറി, ഗ്രാമങ്ങൾ നടക്കുന്ന കാസ്റ്റിലൊക്കെ വെക്കുന്ന ചേഞ്ചുകളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഈ ഫീൽഡ് വ്യൂ വന്നതോടുകൂടെ ഇവരുടെ ഈ ഒരു ടെക്സ്റ്റ് ബേസ് ചെയ്ത് മാത്രം പഠിക്കുന്ന രീതിക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു. മാത്രമല്ല ശ്രീനിവാസൻ എന്നാണ് GS ഗുരുവിൻ്റെ സ്റ്റുഡൻ്റ് തന്നെയാണ്. പക്ഷേ ആ സ്റ്റുഡൻറ്റ് സ്വന്തം ടീച്ചറെ കുറിച്ച് വിമർശിച്ച് പറഞ്ഞത് അദ്ദേഹം ആം ചെയർ സോഷ്യോളജിസ്റ്റാണ്, ഒരു ചെയറിൽ മാത്രം ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സോഷ്യോളജിസ്റ്റാണെന്നാണ്. പകരം ശ്രീനിവാസൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ റൂമിലിരുന്ന് ടേബിളിൽ മാത്രം ബുക്ക് പഠിച്ചിട്ട് ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കരുത്, ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ നടക്കുന്ന മാറ്റങ്ങളെ കണ്ടറിഞ്ഞിട്ട് പഠിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് ഫീൽഡ് വ്യൂ. പലപ്പോഴും ഈ ഗുറിയയുടെ പല സ്റ്റുഡൻസും ഐരാവതി ഗാർവൊക്കെ ഈ രീതിയാണ്. നമ്മളിപ്പോൾ ഇതിൽ പറയുന്ന ഐരാവതി ഗാർവൊക്കെ ഇങ്ങനെ, ഐരാവതി ഗാർവൊക്കെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ടെക്സ്റ്റും വേണം എന്നാൽ ഫീൽഡിൽ പോയി പഠിക്കുകയും വേണം എന്നുള്ള രീതിയാണ് പിന്തുടരുന്നത്. ആ രീതിയിലൂടെയാണ് അവർ ഇന്ത്യയിലെ കുടുംബബന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചത്. അതിലൂടെ ജോയിൻറ്റ് ഫാമിലിയൊക്കെ ഇന്ത്യയിൽ തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതേപോലെ AM ഷായും ഈ രീതിയാണ് ഫോളോ ചെയ്തിരുന്നത്. നമ്മൾ ഈ പറഞ്ഞ ടെക്സ്റ്റും ഫീൽഡും കൂടി കമ്പയർ ചെയ്യുന്നത്. ഇനി ഐരാവതി കാർവെ, ലൈഫ് ആൻഡ് ഐഡിയോളജി. ഐരാവതി കാർവെ എന്നുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ സോഷ്യോളജിസ്റ്റ് ആൻഡ് ആന്ത്രോപോളജിസ്റ്റാണ്. അവർ സോഷ്യോളജി ഗുറിയയുടെ കീഴിലാണ് പഠിച്ചത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഗുറിയ ഒരു ഇൻഡോളജിസ്റ്റ് ആയിരുന്നു, ടെക്സ്റ്റ് സംസ്കൃത ടെക്സ്റ്റുകൾ വെച്ച് മാത്രം ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാം. പക്ഷെ അതിനെതിരായിരുന്നു ഐരാവതി കാർവെ. രണ്ടും വേണം എന്നുള്ള താല്പര്യമായിരുന്നു അവർ. അതായത് ടെക്സ്റ്റിലൂടെയും പഠിക്കണം, ഫീൽഡിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് പഠിക്കണം എന്നുള്ളതായിരുന്നു. ഇവർ 1905 ജനിക്കുകയും 1970 മരണപ്പെടുകയും ചെയ്തു. ഇവരുടെ ഈ ഒരു കാലയളവ് എന്നുള്ളത്, അതായത് 1905 മുതൽ 1970 വരെ അവർ ജീവിച്ച കാലയളവിൽ തന്നെ ഇന്ത്യയിൽ സോഷ്യോളജി പ്രൊഫഷണലൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതായത് 1919 ഇന്ത്യയിൽ ആദ്യമായിട്ട് സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. പിന്നെ അതിങ്ങനെ വളർന്ന് വികാസം പ്രാപിച്ച് അത് പ്രൊഫഷണലൈസ്, കുറേ സോഷ്യോളജിസ്റ്റുകൾ തൊഴിലായിട്ട് തന്നെ സോഷ്യോളജിസ്റ്റുകൾ ആളുകൾ വന്നു. പിന്നെ അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു, ഓരോ സ്ഥാപനങ്ങളിലും ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയി വന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഇവർ ജീവിക്കുന്നത്. അവർ മഹാരാഷ്ട്രയിൽ നിന്ന് ആളായതുകൊണ്ട് തന്നെ മറാത്ത ഭാഷയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരുടെ മാസ്റ്റേഴ്സ് ചെയ്തിരുന്നത് 1928 മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഐരാവതി കാർവെ അവരുടെ MA പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത്. ആന്ത്രോപോളജി ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിനിൽ നിന്നാണ് ആന്ത്രോപോളജി ഇവർ PhD നേടുന്നത്. PhD നേടിയ ശേഷം അവർ ഇന്ത്യയിലേക്ക് വരികയും പൂനെ യൂണിവേഴ്സിറ്റിയിൽ അവർ സേവനം ചെയ്യുകയും ചെയ്തു. ഇവർ പൂനെ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് ജോലി ചെയ്തതായിട്ട് നമുക്ക് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. 1951-52 കാലയളവിൽ അവർ കിൻഷിപ്പിനെ കുറിച്ചുള്ള, ഇന്ത്യയിലെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ ഗ്രന്ഥം പുറത്തിറക്കി. ഐരാവതി കാർവെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻഡോളജിക്കൽ, നേരത്തെ പറഞ്ഞ GS ഗുരുവിൻ്റെ അതിൻ്റെ സ്വാധീനം ഐരാവതി കാർവയിൽ ഉണ്ടായിരുന്നു. അവർ കണ്ടംപററി പ്രാക്ടീസിനെ മനസ്സിലാക്കുന്നതോട് തന്നെ സംസ്കൃത ടെക്സ്റ്റുകൾ പഠിച്ചിട്ടും, അതായത് ഒരു ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവിലൂടെയും ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഐരാവതി കാർവെയും GS ഗുരുവും അതായത് സ്റ്റുഡൻറ്റും ടീച്ചറും രണ്ടുപേരും ഇന്ത്യൻ സമൂഹത്തെ ഒരു ഹിന്ദു സമൂഹമായിട്ടാണ് മനസ്സിലായത്. കാരണം മെജോറിറ്റി ഇവിടെ ഹിന്ദുസ് ആണല്ലോ, അപ്പോൾ ഹിന്ദു ശൈലികളൊക്കെ ഇന്ത്യൻ സമൂഹത്തിൽ കാണാൻ കഴിയും. She conducted widespread surveys as part of his work, influenced by ethnographic tradition. ഇവർ ഒരുപാട് സർവേകൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ. അങ്ങനെ അവർ എത്നോഗ്രഫിക് സ്റ്റഡി നടത്തി. എത്നോഗ്രഫിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു സമൂഹത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനാണ് എത്നോഗ്രഫിക് സ്റ്റഡി എന്ന് പറയുക. ഒരു സമൂഹത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ട് മനസ്സിലാക്കുന്നതിനായാണ് എത്നോഗ്രഫി. ആ എത്നോഗ്രഫിക് സ്റ്റഡി ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് നടത്തിയിട്ട് ഒരു ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ 5.1.3 ഈ ചാപ്റ്ററിലെ കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ.
ഐരാവതി കാർവേ ഇന്ത്യയിലെ കിൻഷിപ്പിൽ ആ ഒരു പഠനത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റാണ് ഐരാവതി കാർവേ. അവർ പ്രധാനപ്പെട്ട 4 മേഖലകളാക്കിയിട്ടാണ് ഇവർ ഇന്ത്യൻ സമൂഹത്തിലെ കുടുംബബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അത് താഴെ പറയുന്നുണ്ട്. 4 മേഖലകൾ: നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് പറയുന്നത്. ഇവർ ഹിസ്റ്ററിക്കൽ പേഴ്സ്പെക്റ്റീവാണ് ഇതിന്, അതായത് ചരിത്രപരമായി പഠിച്ചിട്ട് ഇപ്പോൾ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. അതേപോലെ എത്നോഗ്രാഫിക് സോഴ്സ്, സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ്, ഇതൊക്കെ അവർ ഉപയോഗിച്ചു. അവരുടെ ആദ്യത്തെ പുസ്തകം കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇന്ത്യ എന്നുള്ളതാണ്. അത് 1953 പബ്ലിഷ് ചെയ്തത്. അവർ നേരത്തെ പറഞ്ഞ പോലെ 4 മേഖലകളാക്കി തിരിക്കുന്നുണ്ട്: നോർത്തേൺ സോണ്, സെൻട്രൽ സോണ്, സതേൺ സോണ്, ഈസ്റ്റേൺ സോണ്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ജാതി പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവർ മനസ്സിലാക്കിയത്. ഇന്ത്യയിൽ കിൻഷിപ്പ് എന്നുള്ളത് അതിൽ വേരിയേഷൻ ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. ഇന്ത്യയിൽ കുടുംബബന്ധം എല്ലായിടത്തും ഒരുപോലെയല്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ റീജിയൻക്കും അനുസരിച്ച് വ്യത്യാസമുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. ഈ 4 റീജിയണിലുള്ള 4 മേഖലകളാക്കി തിരിച്ചെടുത്തുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഒന്ന് നോർത്തേൺ സോൺ. നോർത്തേൺ സോൺ എന്ന് പറഞ്ഞാൽ പഞ്ചാബ്, സിന്ധ്, ഹിന്ദി, ആസാമി, ബീഹാർ, ബംഗാൾ, പഹദ്, നേപ്പാൾ ഇതൊക്കെ അടങ്ങുന്ന ഒരു പ്രദേശമാണ്. അവിടെ കിൻഷിപ്പ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡോ യൂറോപ്യൻ ഓർ സാൻസ്ക്രിറ്റിക് ഓർഗനൈസേഷൻ, ഇൻഡോ യൂറോപ്യൻ വംശജർ അടങ്ങുന്നതാണ് അവിടുത്തെ ഒരു കിൻഷിപ്പ് ഓർഗനൈസേഷൻ. അവർ പാട്രിലീനിയൽ ഇൻഹെറിറ്റൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. പാട്രിലീനിയൽ ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ, പാട്രിലീനിയൽ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ലീനിയേജ് പിതാവിലൂടെ കടന്നു പോവുക, അതായത് ഒരു പിതാവിൻ്റെ ഇനീഷ്യലായിരിക്കും. നമ്മൾ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ കൊടുക്കില്ല, പിതാവിൻ്റെ ഇനീഷ്യലായിരിക്കും. അപ്പോൾ പിതാവിൻ്റെ പരമ്പരയിലൂടെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സിസ്റ്റമായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. അവർ എക്സോഗമി പ്രാക്ടീസ് ചെയ്തിരുന്നു അവരുടെ വില്ലേജുകളിൽ. ഈ പ്രദേശത്ത് നോർത്തേൺ സോണിൽ എക്സോഗമി പറഞ്ഞാൽ കല്യാണം, എൻഡോഗമി പറഞ്ഞാൽ സ്വന്തം കാസ്റ്റിൻ്റെയും ട്രൈബിൻ്റെ ഉള്ളിൽ തന്നെ കല്യാണം ചെയ്യുകയാണ് എൻഡോഗമി. എക്സോഗമി പറഞ്ഞാൽ പുറത്തുനിന്ന്. അപ്പോൾ എക്സോഗമി ഇവർ പ്രാക്ടീസ് ചെയ്തിരുന്നു. പലപ്പോഴും ഇവർ മാരേജ് വിത്തിൻ പാട്രി ഫാമിലി ആൻഡ് പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്യാണം കഴിച്ചിരുന്നു. പിന്നെ കല്യാണം കഴിച്ചിരുന്നു എന്നല്ല, അവർ ആ കല്യാണത്തെ, അതായത് സാപ്പിന്താക്ക് എന്നാണ് പറയുക, അതിനവർ നിരോധിച്ചിരുന്നു. അവർ അത് പ്രോഹിബിറ്റഡ് ആണ്. ആ രീതി ഫോളോ ചെയ്തിരുന്നു എന്നല്ല, അതിനെ ഇവർ എതിർത്തിരുന്നു, പ്രോഹിബിറ്റ് ചെയ്തിരുന്നു. പിന്നെ മാത്രമല്ല, ഇൻസെസ്റ്റ് ഓർ മാരേജ് ബിറ്റ്വീൻ റിലേഷൻ ഈസ് സ്ട്രിക്റ്റ് ടാബു. ഈ ഇൻസെസ്റ്റ്, രക്തബന്ധം അല്ലെങ്കിൽ അടുത്ത കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള മാരേജിനൊക്കെ ഇവർ ഒരു ടാബു ആയി കണ്ടു, വിരോധിക്കപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ്, ഒന്നാമത്തെ സോൺ നമ്മൾ പറഞ്ഞു നോർത്തേൺ സോൺ. രണ്ടാമത്തെ സെൻട്രൽ സോണാണ്. സെൻട്രൽ സോൺ പറഞ്ഞാൽ രാജസ്ഥാൻ, ഗുജറാത്ത്, കത്തിയാവട്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സെൻട്രൽ സോൺ. അവിടെ കോമ്പിനേഷൻ ഓഫ് കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഓഫ് വേരിയസ് പാറ്റേൺ, സാൻസ്ക്രിറ്റിക് വംശജരുണ്ടായിരുന്നു, ദ്രവീഡിയൻ ഉണ്ടായിരുന്നു, മുണ്ടാരി വംശജനൊക്കെ ഉണ്ടായിരുന്നു. അവർ പലപ്പോഴും ക്രോസ് കസിൻ മാരേജ് ഫോളോ ചെയ്തിരുന്നു. അതായത് സ്വന്തം അമ്മാവൻ്റെ മക്കളെ കല്യാണം കഴിക്കുന്ന രീതി അവർ ഫോളോ ചെയ്തിരുന്നു. പിന്നെ രജപുത്ര എന്ന രാജസ്ഥാൻ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഗോത്രമാണ്. അവർ ഫോളോ ഹൈപ്പർഗമി എന്ന ഒരു രീതി ഫോളോ ചെയ്തിരുന്നത്. അതായത് ദ മെൻ ക്യാൻ ടേക്ക് വൈഫ്സ് ഫ്രം ദ ലോവർ കാസ്റ്റ്. ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന രീതിക്കാണ് ഹൈപ്പർഗമി എന്ന് പറയുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹൈപ്പോഗമിയാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പുരുഷൻ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയെ കല്യാണം കഴിക്കുക, അതിനാണ് ഹൈപ്പോഗമി. ഇത് ഹൈപ്പർഗമി. ഇവർ ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയെ കല്യാണം കഴിക്കുന്ന രീതിയായ ഹൈപ്പർഗമി രജപുത്രന്മാർ, രാജസ്ഥാനിലൊക്കെ ഉള്ള ഗോത്രമാണ്, അവർ ഫോളോ ചെയ്തിരുന്നു. ഗുജറാത്തിൽ ദർ ആർ കാസ്റ്റ് വിച്ച് അലോ ക്രോസ് കസിൻ മാരേജ്. ഗുജറാത്തിൻ്റെ കേസിൽ ഗുജറാത്തിൽ ചില ഗോത്രങ്ങളൊക്കെ ക്രോസ് കസിൻ മാരേജ്, സ്വന്തം അമ്മാവൻ്റെ ഒക്കെ മക്കളെ അങ്കിളുടെ മക്കളെ കല്യാണം കഴിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. സം ഏരിയസ് ഫോളോ പ്രാക്ടീസ് ഓഫ് വിഡോ മാരിങ് ഡെഡ് ഹസ്ബൻഡ്സ് മദർ. ചില സ്ഥലത്ത് ഈ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ സഹോദരനെ കല്യാണം കഴിക്കുന്ന രീതി ഈ ഇവിടങ്ങളിലൊക്കെ, ഈ സോണിൽ ചില സ്ഥലത്തുണ്ടായിരുന്നു. ഈ മഹാരാഷ്ട്രയിൽ ക്രോസ് കസിൻ മാരേജ് ഉള്ളതായിട്ടാണ് ഐരാവതി കാർവേ പറയുന്നത്. ഈവൻ അങ്കിൾ നീസ് മാരേജ്, ഒരു അമ്മാവനെ കല്യാണം കഴിക്കുന്ന രീതി വരെ, സ്വന്തം സഹോദരിയുടെ മക്കളെ വരെ, സഹോദരി മക്കൾക്ക് ഇയാൾ അമ്മാവനാവില്ല, അമ്മാവനെ വരെ കല്യാണം കഴിക്കുന്ന രീതി ഇവിടങ്ങളിലുണ്ട് എന്നാണ് ഐരാവതി കാർവയുടെ പഠനത്തിൽ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് സതേൺ സോൺ.
സദേൺ സോൺ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളക്കടൽ നിന്നാണ്. അവർ ദ്രവീഡിയൻ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഏരിയക്ക് അതിൻ്റേതായ റീജിയണൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. അവർ പാട്രിലീനിയൽ ലോക്കൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ റീജിയണൽ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് പാട്രിലീനിയൽ, പാട്രിലീനിയൽ നമ്മൾ പറഞ്ഞു പിതാവിൻ്റെ ഒരു പരമ്പര കടന്നു പോകുന്ന രീതി, പിതാവിൻ്റെ ഇനീഷ്യൽ മക്കൾക്ക് കിട്ടുക. പാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ ഒരാൾ കല്യാണം കഴിച്ചാൽ ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്ന രീതിക്കാണ് പാട്രി ലോക്കൽ. ആ രീതി ചില സ്ഥലത്തുണ്ടായിരുന്നു. അതേസമയം ചില സ്ഥലത്ത് മാട്രിലീനിയലാണ്, മാതൃത്വത്തിലൂടെ ലീനിയേജ് പരമ്പര കടന്നു പോയിരുന്നു. അതേസമയം മാട്രി ലോക്കലാണ്, ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന രീതി. നമ്മളെ കേരളത്തിലാണെങ്കിൽ കണ്ണൂരൊക്കെ ഉണ്ടല്ലോ മരുമക്കത്തായം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതി ചില സ്ഥലത്തൊക്കെ ഫോളോ ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ചില സ്ഥലത്തൊക്കെ പോളിജീനും പോളിയാൻഡ്രിയും ഉണ്ടായിരുന്നു. പോളിജീനി പറഞ്ഞാൽ ബഹുഭാര്യത്വം, ഒരാൾക്ക് ഒരുപാട് ഭാര്യമാരുണ്ടാവും. പോളിയാൻഡ്രി പറഞ്ഞാൽ ബഹുഭർത്തൃത്വം, ഒരു സ്ത്രീക്ക് തന്നെ ഒരുപാട് ഭർത്താക്കന്മാരുള്ളത്. അങ്ങനത്തെ സിസ്റ്റം ഈ ഒരു സദേൺ സോണിൽ ചില സ്ഥലത്തൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് there is restriction on widow marrying her husband's brother. നമ്മൾ നേരത്തെ പറഞ്ഞു മരിച്ച ഹസ്ബൻഡിൻ്റെ ബ്രദറിനെ കല്യാണം കഴിക്കുന്ന, ഒരു വിധവയായ സ്ത്രീ കല്യാണം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷെ ആ രീതി ഇവിടെ കാണുന്നതായിട്ട് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. The man can take his elder sister's daughter as his wife. ചില സ്ഥലത്ത് ചില ആളുകൾ എൽഡർ സിസ്റ്റർ, മൂത്ത പെങ്ങളുടെ മകളൊക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അമ്മാവനെ കല്യാണം കഴിക്കുക. അതായത് ഒരു പുരുഷൻ മൂത്ത പെങ്ങളുടെ മകളെ, ആ മകൾ ഇയാൾക്ക് അമ്മാവനായിരുന്നു, അവരെ കല്യാണം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ചില സ്ഥലത്ത് ഇത് മാട്രിലീനിയൽ കമ്മ്യൂണിറ്റിയിൽ ഇത് ടാബു ആയിരുന്നു, നിരോധിക്കപ്പെട്ടതായിരുന്നു. മറ്റൊരു രീതിയാണ് ടേക്കിംഗ് ഫാദർ സിസ്റ്റേഴ്സ് ഡോട്ടർ ആസ് വൈഫ്. ഫാദറുടെ സിസ്റ്ററുടെ, അതായത് അമ്മായി എന്നൊക്കെ ചില സ്ഥലത്ത് പറയും, അമ്മായിയുടെ മകളെ കല്യാണം കഴിക്കുന്ന രീതിയൊക്കെ ചിലയിടത്ത് ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിലും ചില സ്ഥലത്ത്, കേരളമാണല്ലോ സദേൺ സോണിൽ വരുന്ന ഒന്നാണല്ലോ കേരളത്തിൽ ചില സ്ഥലത്ത് ക്രോസ് കസിൻ മാരേജ് ഉണ്ടായിരുന്നു. ഇതിനെ മുറപ്പെണ്ണ് മുറച്ചക്കൻ എന്ന രീതിയിലൊക്കെയാണ് പറയല്. മാരീഡ് ഡോട്ടർ റയലി ഫീൽസ് എ സ്ട്രേഞ്ചർ ഇൻ ഹസ്ബൻഡ്സ് വൈഫ് ആസ് ദേ ആർ റിലേറ്റഡ് ഇൻ മോർ ദാൻ വൺ വേ. ഇങ്ങനെ ക്രോസ് കസിൻ മാരേജ് ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു ഇതെന്താ വെച്ചാൽ, കല്യാണം കഴിഞ്ഞ സ്ത്രീക്ക് ഇതൊരു അപരിചിതമായിട്ട് വീടായി തോന്നൂല എന്നുള്ളതാണ്. കാരണം ഓൾറെഡി ഇവർ കുടുംബബന്ധമുള്ളവരാണല്ലോ. വിഡോ റീമാരേജ് ഈസ് പെർമിറ്റഡ് ഇൻ സദേൺ റീജിയൻ. ഈ സദേൺ റീജിയനിൽ വിധവ പുനർവിവാഹമൊക്കെ അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ വിധവകൾക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ ബ്രദറിനെ കല്യാണം കഴിക്കുന്ന രീതിയിലാണ്. നെക്സ്റ്റ് ഈസ്റ്റേൺ സോൺ. അവിടെ പ്രത്യേകിച്ച് ഒരു ഡിവിഷനൊന്നും പറയുന്നില്ല, പകരം മോൺകുമർ ആൻഡ് മുണ്ടാരി എന്നുള്ള ഭാഷ സംസാരിക്കുന്നവരാണ്. ഈ കമ്മ്യൂണിറ്റീസ് ഓസ്ട്രോ ഏഷ്യാറ്റിക് ട്രൈബ്സുകളാണ്. കാർവേ സേസ് ദെയർ ആർ നോ ഡെഫിനറ്റ് ക്ലോസ് ടു ദെയർ ലോസ്. അവരുടെ ലോ, അവരുടെ ട്രഡീഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു സൂചന ലഭിച്ചിട്ടില്ല എന്നാണ് കാർവേ പറയുന്നത്. ഈ പ്രദേശത്ത് മുണ്ടാരി കിൻഷിപ്പ്, അവരുടെ ഒരു കുടുംബ ബന്ധത്തിൻ്റെ രീതിയാണ് പ്രധാനമായിട്ടുള്ളത്. അവർ പാട്രിലീനിയലും ലോക്കലുമാണ്. അതായത് പിതൃ ബന്ധത്തിലൂടെ ലീനിയേജ് പോകുന്ന പിതാവ് ഒരു കല്യാണം കഴിഞ്ഞാൽ പുരുഷൻ്റെ വീട്ടിൽ താമസിക്കുന്ന രീതിയായിരുന്നു. The Ho and Santali tribes have a patrilineal system and can marry cross cousins after the death of an uncle or aunt. ഹോ സന്താൽ, ഹോ അല്ലെങ്കിൽ ഹു എന്ന് പറഞ്ഞ ഗോത്ര, അല്ലെങ്കിൽ സന്താൾ, അവർക്ക് പാട്രിലീനിയൽ സിസ്റ്റം ഉണ്ടായിരുന്നത്. അവർ ക്രോസ് കസിൻ മാരേജ് പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷേ ഈ അങ്കിള് മരിച്ച ശേഷമായിരുന്നു ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഉണ്ടായിരുന്നില്ല. ആ രീതിയിൽ അവർ ക്രോസ് കസിൻ മാരേജ് പ്രാക്ടീസ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി നെക്സ്റ്റ് 5.1.4 കാസ്റ്റ് ആൻഡ് റിലീജൻ ഇൻ പ്രീ ആൻഡ് പോസ്റ്റ് ആര്യൻ പീരീഡ്. കാർവേ അവരുടെ ഒരു ഗ്രന്ഥമായ ഹിന്ദു സൊസൈറ്റി ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 1961 പബ്ലിഷ് ചെയ്തു. അതിലാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നത്. കാർവേസ് ഇൻട്രസ്റ്റ് ഇൻ കാസ്റ്റ് വാസ് ഫോക്കസ്ഡ് ഓൺ ഒറിജിൻ ഓഫ് കാസ്റ്റ്. എങ്ങനെയാണ് കാസ്റ്റ് ഉത്ഭവിച്ചത് എന്നുള്ളതൊക്കെയാണ് കാർവേ പറയുന്നത്. ഗുറിയെ പറയുന്നത് ആര്യന്മാരിലൂടെയാണ് ഇന്ത്യക്ക് കാസ്റ്റ് വന്നതെന്ന്. പക്ഷെ ഐരാവതികാർ പറഞ്ഞത് ആര്യന്മാർക്ക് മുമ്പും ഇന്ത്യയിൽ കാസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ അതുകൊണ്ട് കാസ്റ്റ് എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല, മുമ്പ് തന്നെ ഉള്ളതായിട്ടാണ് അവർ പറയുന്നത്.
പിന്നെ മാത്രമല്ല അവർ പറയുന്നത് പ്രീ ആര്യൻ ജാതി എന്നുള്ളതൊരു ആര്യന്മാരുടെ മുമ്പുണ്ട്, വർണ്ണ എന്നുള്ളതാണ് ഒരു ആര്യൻ സിസ്റ്റം. അതായത് നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് ആര്യന്മാർക്ക് ശേഷം വന്നത് എന്നാണ് ഇവർ പറയുന്നത്. കാർവെ മേക്സ് എ ഹിസ്റ്ററിക്കൽ സർവേ ഓഫ് ദിസ് കാസ്റ്റ് ആൻഡ് ഡിക്റ്റേറ്റ് ചാപ്റ്റർ. കാർവെ ഇതിനെക്കുറിച്ചൊരു സർവേ നടത്തിയിട്ടുണ്ട് കാസ്റ്റുകളെ. അത് ഹിന്ദു സൊസൈറ്റി ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള പുസ്തകത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. Aryans were Europeans or Central Asian, and their fairer skin color gave more strength to this equation of Varna. ഈ ആര്യന്മാർ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ, അവർക്ക് നല്ല കളറും നല്ല സ്കിന്നൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഈ വർണ്ണ സിസ്റ്റം തുടങ്ങി. അങ്ങനെ അതാണ് ഒരു ക്ലാസ് എന്നുള്ള രൂപത്തിൽ കാണാൻ തുടങ്ങി എന്നാണ് ഇവർ പറയുന്നത്. ഈ ജാതി എന്നുള്ള സംഭവങ്ങൾ, കാസ്റ്റ് സിസ്റ്റം, അതിനെക്കുറിച്ച് തന്നെ ആദ്യമായിട്ട് ജാതി ഉപയോഗിക്കാൻ തുടങ്ങി മനുസ്മൃതിയിലാണ് എന്നാണ് ഇവർ പറയുന്നത്. മനു എന്നുള്ള ഒരാൾ ഉണ്ടാക്കിയിട്ട് അന്നത്തെ കുറേ നിയമങ്ങളാണ് മനുസ്മൃതി. അതൊരു ഹിന്ദു ടെക്സ്റ്റായിട്ടും കൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. As for religion, Karma observed that many Aryan deities like Mitra, Varuna, Indra, Agni and so on can be seen in the hands. ഈ ഒരുപാട് ദേവതകൾ, മിത്ര, വരുണ, ഇന്ദ്ര, അഗ്നി, അതൊക്കെ ഋഗ്വേദത്തിലെ ശ്ലോകങ്ങളിലാണ് കാണപ്പെടുന്നത് എന്നാണ്. അതൊക്കെ ആര്യൻ ഡേറ്റീസ് ആയിരുന്നു, ആര്യന്മാരുടെ ദേവന്മാരും ദേവിമാരും ആയിരുന്നു. പോസ്റ്റ് ആര്യൻ റിലീജിയൻ, ആര്യന്മാർക്ക് ശേഷമുള്ള റിലീജിയൻ, ആ ഒരു മതത്തിനെ പഠിക്കുമ്പോൾ അവരിൽ കർമ്മ, ധർമ്മ, റീബർത്ത് എന്നുള്ള കൺസെപ്റ്റ് കാണാൻ കഴിയും. കർമ്മ എന്നുള്ള ഒരാൾ ഒരു ജീവിതത്തിൽ എന്താണോ ദുഷ്പ്രവർത്തി ചെയ്താൽ അവനത് കണ്ടുമുട്ടും, അത് അടുത്ത ജന്മത്തിൽ അത് അവനെ പ്രതികൂലമായി ബാധിക്കുന്നൊക്കെ, അത് പോസ്റ്റ് ആര്യൻ പീരിയഡിൽ അങ്ങനെ ഒരു സങ്കല്പമുള്ളതായിട്ട് ഇവർ പറയുന്നുണ്ട്. ചുരുക്കം, ഇൻ ഷോർട്ട്, കാർവെ വാസ് എൻ ഇൻഡോളജിസ്റ്റ് ഇൻ ട്രഡീഷണൽ ഓറിയന്റൽ സ്റ്റേറ്റ്സ്, സെർച്ചിങ് ഇൻസൈറ്റ് ഇൻ ടു മോഡേൺ പ്രാക്ടീസ് ഇൻ ഓൾ ലിറ്ററേച്ചർ. ചുരുക്കത്തിൽ ഐരാവതി കാർവെ ഇത് രണ്ടും കൂടി നേരത്തെ പറഞ്ഞ ടെക്സ്റ്റൽ ആൻഡ് ഫീൽഡ് വ്യൂ, ഈ സംസ്കൃത ടെക്സ്റ്റിലൂടെ ആ രീതിയിലും ഇന്ത്യൻ സമൂഹത്തെ പഠിച്ച് മനസ്സിലാക്കി, എന്നാൽ ഫീൽഡിൽ പോയിട്ട് നടക്കുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത്, അപ്പോൾ രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഐരാവതി കാർവെ അവരുടെ പഠനങ്ങളിൽ ഫോളോ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്. ജാതിയുടെ ഉത്ഭവം, അതിനെക്കുറിച്ച് എന്തൊക്കെ ചിന്തകളാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത്, GS കുര്യക്ക് എതിരായിട്ടുള്ള കുറേ ചിന്തകൾ, പിന്നെ കിൻഷിപ്പിനെ കുറിച്ച് 4 സോണാക്കി തിരിച്ചു. ആ സോണിലൊക്കെ ഉണ്ടായിരുന്ന അവിടെ മാട്രിലീനിയലാണ്, പാട്രിലീനിയലാണ്, അവിടെ ക്രോസ് കസിൻ മാരേജ് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഐരാവതി കാർവയെ കുറിച്ചുള്ള ഈ യൂണിറ്റ് 1 നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.